ശ്രീ എൻ ശ്രീകുമാർ, കേരളത്തിൽ 3 സീറ്റ്. ഇപ്പൊ നോക്കൂ, ആറ്റിങ്ങലിൽ വി മുരളീധരൻ ജയിക്കും. ആറ്റിങ്ങൽ അടൂർ പ്രകാശിന്റെ ഭൂരിപക്ഷം 38,247 വോട്ടാണ്. അതൊരു CPM മണ്ഡലമായിരുന്നു. അവിടെയാണ് അടൂർ പ്രകാശ് അട്ടിമറി സംഭവിപ്പിച്ചത്. ഈ പറയുന്ന 38,000 വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയത്. അവിടെ വി മുരളീധരൻ ജയിക്കും എന്നുള്ളതാണ് ദേശീയ ഏജൻസികളുടെ ഈ പറയുന്ന എക്സിറ്റ് പോൾ ഫലത്തിന്റെ ഒരു പ്രഖ്യാപനം എങ്കിൽ സമാനമായ പ്രവചനം തന്നെ ആയിരിക്കുമോ ദേശീയ തലത്തിൽ ഈ പ്രഖ്യാപിച്ചതെല്ലാം? നോക്കൂ മാധു, കേരളത്തിൽ NDAക്ക് 3 സീറ്റ് കിട്ടും എന്നുള്ള രീതിയിൽ ഒരു എക്സിറ്റ് പോൾ പ്രവചനം വന്ന സ്ഥിതിക്ക് ദേശീയ തലത്തിലും ഇങ്ങനെ തന്നെയാണോ ഇവർ കണക്ക് കൂട്ടിയെന്നുള്ള ഒരു ശങ്ക എനിക്കുണ്ട്. അതോടെ നിൽക്കട്ടെ. കാരണം എല്ലാ എക്സിറ്റ് പോൾ സർവേയും നമ്മൾ വരുമ്പോൾ ഒരു വഴിപാട് എന്ന പോലെ കേരളത്തിൽ 1 NDA എന്ന് കഴിഞ്ഞ തവണയും പറഞ്ഞിരുന്നു. പക്ഷേ 19 UDF ഒരു LDF ആണ്. ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ, അതായത് LDFന് 0 കിട്ടുന്നത് എന്ന രീതിയിലുള്ള സർവേ വെച്ച് നോക്കുമ്പോൾ ഈ പറഞ്ഞ 3 NDA സീറ്റുകളും UDFിലേക്കാണ് വരിക എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ UDF പറഞ്ഞ 20-20 എന്നുള്ള ആ ഒരു ഇതിലേക്ക് നമ്മൾ കേരളത്തിൽ എത്തും. അതവിടെ നിൽക്കട്ടെ. ദേശീയ തലത്തിൽ നമ്മളിപ്പോൾ ഏതാണ്ട് ശരാശരി നോക്കുമ്പോൾ 300-350 സീറ്റുകളിലാണ് എക്സിറ്റ് പോളിൽ പറയുന്നത്. 100 സീറ്റുകളുടെ വരെ വ്യത്യാസം എക്സിറ്റ് പോളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ടുണ്ട്. ഇവിടെ ശ്രീ ഷാബു പ്രസാദ് തന്നെ 60 സീറ്റുകളുടെ വ്യത്യാസം പറഞ്ഞല്ലോ. ഞാൻ ഒരു ചെറിയ കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കാം. ബീഹാറിലെ മഹാസഖ്യം രൂപപ്പെട്ട കാലത്ത് അവിടെ എക്സിറ്റ് പോൾ പറഞ്ഞത് ഈ BJP അധികാരത്തിൽ വരുന്ന, പക്ഷേ വന്നത് നിതീഷ് കുമാറിൻ്റെ നേതൃത്വമുള്ള മഹാസഖ്യമാണ്, കോൺഗ്രസ് മന്ത്രിമാരുൾപ്പെടെ. ഇവിടെ വേറൊരു കാര്യം നിങ്ങൾ നോക്കുക, ഇന്ത്യ മുന്നണി എന്ന പ്രതിപക്ഷ ഐക്യം ഇത്ര ശക്തമായി ഉണ്ടായിട്ട് അവർ തോൽക്കും എന്നാണോ പറയുന്നത്? നമ്മളൊന്ന് സാമാന്യ രീതി ഒരു ബുദ്ധിയിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. മഹാരാഷ്ട്രയിലെ BJPയും ശ്രീ എൻ ശ്രീകുമാർ, അവിടെ ഒരു പ്രശ്നം. കഴിഞ്ഞ തവണ ഈ പറയുന്ന 13 എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നപ്പോൾ അതിന്റെ ആവറേജ് 306 സീറ്റാണ് NDAക്ക് പ്രവചിക്കപ്പെട്ടത്. അതിൽ നിന്ന് ബഹുദൂരം മുന്നിലായിരുന്നു അവർ ഫിനിഷ് ചെയ്ത പോയിന്റ് എന്ന് പറയുന്നത് 353 എത്തി. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത്തവണ 400 കടക്കും എന്നുള്ളതാണ് അവരുടെ ആത്മവിശ്വാസം. അല്ല, അത് ആത്മവിശ്വാസം നടത്തിക്കോട്ടെ, കുഴപ്പമില്ല. ഞാൻ പറയുന്നത് 2004-ലും 2009-ലും എക്സിറ്റ് പോളൊക്കെ തെറ്റിപ്പോയി. അന്ന് ഞാൻ പറഞ്ഞത് ഈ 100 എന്നുള്ളതൊക്കെ ഇത് എക്സിറ്റ് പോളെന്ന് പറയുമ്പോൾ എത്ര പേരിൽ നിന്നാണ് എടുക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഒരു 100-150 സീറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയാൽ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇതൊരു ശരാശരി എൻ്റെ ഇപ്പോഴത്തെ ഈ വന്ന എക്സിറ്റ് പോൾ സർവേ വെച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ശരാശരി 200-നും 280-നും ഇടയ്ക്ക് കോൺഗ്രസിനും ഏതാണ്ട് അതേ രീതിയിൽ തന്നെ BJPക്കും കിട്ടുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു മുന്നണിക്ക് നിസ്സാര ഭൂരിപക്ഷം കിട്ടും എന്ന രീതിയിലാണ് സർവേ വരുന്നത്. കാരണം 60, 70, 80 സീറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ ഒരു ബുദ്ധിമുട്ടില്ല എന്ന് ശ്രീ ഷാബു പ്രസാദ് അടക്കം പറയുമ്പോൾ നമ്മൾ ഇതിലിങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ടതില്ല. ഞാൻ പറഞ്ഞു വന്നത് മഹാരാഷ്ട്രത്തിലെ ഒരൊറ്റ കാര്യം, മഹാരാഷ്ട്രയിലെ ഈ സഖ്യത്തിനും BJPക്കും ഏതാണ്ട് സമാന നിലയാണ്. അതേപോലെ സഖ്യമല്ലേ UPയിലെ, അതേപോലെ സഖ്യമല്ലേ ബീഹാറിൽ. അത് നമ്മൾ മനസ്സിലാക്കുക. തമിഴ്നാടും കേരളവും തെലങ്കാനയും കർണാടകവും ഒക്കെ നമ്മൾ ഈ കാണുന്ന പോലെയുള്ള എക്സിറ്റ് പോൾ സർവേയിൽ പറയുന്നത് പോലെയാണെങ്കിൽ, ഞാൻ ഈ കേരള ഉദാഹരണം പറഞ്ഞതാണ്. 3 സീറ്റ് LDFന് ഒന്നുമില്ല, കേരളത്തിൽ ഒന്നുമില്ലാത്തൊരവസ്ഥ വന്നേക്കാം. പക്ഷേ ആ 3 സീറ്റും NDAയിലേക്ക് പോകുമെന്ന് പറയുമ്പോൾ നമ്മളത് ഏതാണ് 2 സീറ്റ് അവരൊരു സീറ്റേ പറയുന്നുള്ളൂ. അത് ചിലപ്പോൾ തിരുവനന്തപുരം എന്ന് പറയും, ചിലപ്പോൾ തൃശ്ശൂർ എന്ന് പറയും. ഇതിപ്പോൾ ആറ്റിങ്ങിലൂടെ കടന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ കോൺഗ്രസ് ഒരു തീരുമാനമെടുത്തു, എക്സിറ്റ് പോൾ സർവേയിൽ പോയിട്ട് ചർച്ച ചെയ്ത് സമയം കളയേണ്ടതാണ്. കാരണം ചാനലുകളുടെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി എന്തിനാ പോകുന്നത്. പക്ഷേ ഇന്ന് ഇന്ത്യ സഖ്യം യോഗം ചെയ്യുന്നിട്ട് പറഞ്ഞു, ഇന്ത്യ സഖ്യത്തിനൊരു മുൻതൂക്കമുണ്ട് എന്നുള്ളൊരു ധാരണ വരുത്താൻ ഈ ചർച്ച നന്നാവും. കാരണം നമ്മളും ചർച്ചയിൽ പങ്കെടുത്തു, അങ്ങനെ അവരും ചർച്ചയിൽ ഇന്ന് പങ്കെടുക്കുകയാണ്, കോൺഗ്രസും പങ്കെടുക്കുകയാണ്. അപ്പോഴാണ് ഞാൻ ഈ പറയുന്ന വ്യത്യാസം, ശരാശരി 200-ഉം 280-ൻ്റെയും വ്യത്യാസമേ ഉള്ളൂ. ആ നിലയ്ക്ക് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരാം, ആ നിലയ്ക്ക് NDA അധികാരത്തിൽ വരാം, ഒരു തൂക്കു മന്ത്രിസഭയും വരാം. കാരണം അങ്ങനെയാണ് നമ്മുടെ സർവേ വെച്ചിട്ട് ഞാൻ പറയണത്. എക്സിറ്റ് പോൾ സർവേ വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതിൽ 200 സീറ്റ് വരെ കോൺഗ്രസിന് കൊടുക്കുന്നുണ്ട്.